ഇന്നലെ കണ്ട ആ പ്രൊമോയിലെ വഴക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് ഋഷിയും നമ്മുടെ ജിൻഡോയും തമ്മിലുള്ള ആ ഒരു വഴക്ക്. അതായത് പുതിയ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ റെസ്മിൻ ആണല്ലോ. റെസ്മിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്തായിരിക്കും റെസ്മിൻ്റെ പുതിയ തീരുമാനങ്ങൾ എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഒരു ടാസ്ക് വരുമ്പോൾ ആ ഒരു ടാസ്കിനെ നിയന്ത്രിക്കുന്ന ആൾ എന്തായാലും ക്യാപ്റ്റൻ ആയിരിക്കുമല്ലോ. അപ്പം ക്യാപ്റ്റൻ എന്ന നിലയിൽ തെറ്റ് കണ്ടുപിടിച്ച് പുറത്താക്കുമെന്ന്. അപ്പം നമ്മുടെ ജിൻഡോയും അതുപോലെ ശ്രീതു പിന്നെ നമ്മുടെ രതീഷും കൂടെ പറയുന്നു, അങ്ങനെ ആദ്യമേ പിടിച്ച് പുറത്താക്കരുത്, എന്തെങ്കിലും ഒരു വാണിംഗ് കൊടുത്തിട്ട് പിന്നീട് ചെയ്യുവാണെങ്കിൽ പുറത്താക്കാമെന്ന്. അപ്പം അത് പറഞ്ഞ ഇടയ്ക്ക് നമ്മുടെ മുടിയും ചാടി വീഴും. ഇപ്പോൾ ജിൻഡോ അത് പറഞ്ഞിട്ട് പേരിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരുന്നു കേട്ടോ. ഞാൻ മാപ്പ് പറഞ്ഞതാണെന്ന രീതിയിൽ ജിൻഡോ അപ്പോൾ വീണ്ടും നമ്മുടെ ഋഷി പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു. വീണ്ടും ജിൻഡോ പറയുന്നു അങ്ങനെയാണെങ്കിൽ അഭിഷേക് എൻ്റെ അതിന് മുന്നത്തെ ടാസ്കിൽ അഭിഷേക് എൻ്റെ കഴുത്തിലും പെടലിലെല്ലാം കയറി പിടിച്ചല്ലോ, അതിനാർക്കൊന്നും പറയാനില്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളല്ലോ എല്ലാം കുറ്റം, ഞാൻ മാപ്പ് പറഞ്ഞിട്ട് പോലും വീണ്ടും എന്തിനാണ് എൻ്റെ പേര് പറയുന്നതെന്ന് നോക്കും. അപ്പം ഋഷി പറയും ഇല്ല നിങ്ങൾ മാപ്പ് പറഞ്ഞില്ല, ആ സമയത്ത് നിങ്ങൾ അംഗീകരിച്ച പോലും ഇല്ലെന്ന് പറയും. അപ്പോൾ ഇല്ല ഞാൻ മാപ്പ് പറഞ്ഞെന്ന് പറയും. അങ്ങനെ ഒരു വാഗ്വാദമാണ് നടക്കുന്നത്. ഇതിനിടയ്ക്ക് പവർ ടീമാരും പിന്നെ നമ്മുടെ ക്യാപ്റ്റനൊക്കെ ഇടപെടുന്നു. എന്നിട്ട് നിൽക്കാത്തതുകൊണ്ട് ലാസ്റ്റ് ഇയാൾക്കൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ജിൻഡോയുമായിട്ട് ഋഷിക്ക് നല്ലൊരു ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇനി ആ ദേഷ്യം കുറയുന്നു. കാര്യം ആ ഒരു ദേഷ്യം കൂട്ടാൻ വേണ്ടിയിട്ട് പല ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്തായാലും എല്ലാവരുടെ ഗെയിമാണിത്. ആ ഒരു ഗെയിമിൽ സ്വയം വീഴാതിരിക്കുന്നത് നല്ലത്. എന്തായാലും ഈ ഒരു സ്വന്തം ശരീരം നൊന്തേൻ്റെ ദേഷ്യം എന്തായാലും ഋഷിക്ക് ജിൻഡോയുണ്ട്. മാത്രമല്ല ജിൻഡോയ്ക്ക് ഈ ഒരു ക്യാപ്റ്റൻസിയിൽ നമ്മുടെ റെസ്മിനെടുത്ത പല തീരുമാനങ്ങളും തുടക്കത്തിലേ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഈ ഒരു ടീം ഡിവോൾട്ട് ചെയ്ത് ജിൻഡോയുടെ ടീമിൽ ഇപ്പോൾ ഉള്ളത് ജിൻഡോ, അൻസിബ, നമ്മുടെ ജാസ്മിൻ, കൂടാതെ കഴിഞ്ഞ ക്യാപ്റ്റനായ ശ്രീതു. അപ്പം 3 ഗേൾസും ജിൻഡോ മാത്രമേ ഉള്ളൂ ബോയ് ആയിട്ട് എന്ന രീതിയിലാണ് നമ്മുടെ ജിൻഡോ പറയുന്നത്. അത് ശരിയായിട്ടുള്ള തീരുമാനമല്ല, എന്തുകൊണ്ട് എൻ്റെ ടീമിൽ മാത്രം ഇങ്ങനെ എടുത്തുനിന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് പവർ ടീം ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകളും കൂടെ ചേർന്നുള്ള ടാസ്ക്കാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു ടാസ്കിൽ ജയിക്കുന്ന ടീമിൽ ഒരാൾ ക്യാപ്റ്റനായും ആ ക്യാപ്റ്റൻ തീരുമാനിക്കും പിന്നീട് ആര് പവർ ടീമിലേക്ക് വരണം എന്ന് തീരുമാനിക്കുക. അതായത് നമ്മുടെ ജാസ്മിൻ്റെ ഇടയ്ക്ക് വന്നല്ലോ, ജാസ്മിൻ ക്യാപ്റ്റനായി വന്നു, പിന്നെ നമ്മുടെ ഗബ്രിയും ബാക്കിയുള്ളവരൊക്കെ ഒരു പവർ ടീമായിട്ട് നമ്മുടെ ജാസ്മിൻ പറഞ്ഞല്ലോ. അപ്പം അതേ രീതിയിൽ ഗെയിമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഈ 4 ടീമുകളും മത്സരിക്കണം. അപ്പം ജിൻഡോ പറയുന്നത് ജിൻഡോയുടെ ടീമിൽ 3 ഗേളും ജിൻഡോ മാത്രം ഒറ്റ ബോയേ ഉള്ളൂ, ബാക്കി നമ്മുടെ അഭിഷേകിൻ്റെ ടീമിലൊക്കെ ബോയ്സ് കൂടുതലുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പവർ ടീമിലും ഗേൾസിൻ്റെ എണ്ണം കൂടുതലാണ്. ശ്രീരേഖ, ശരണ്യ, നന്ദന, ഇപ്പോൾ ഉള്ള സായി. അപ്പോൾ സായി മാത്രമേ ഉള്ളൊരു ബോയ് ആയിട്ട്. അപ്പം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ ടീമിൽ ഗേൾസ് മാത്രമാണ് കൂടുതൽ, ആ ടീമിൽ ബോയ്സ് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ടാസ്ക് വരുമ്പം എങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലിരിക്കും അല്ലേ. അപ്പം നോക്കാൻ വേണ്ടി എന്തൊക്കെ ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്നതെന്ന്. ആ ടാസ്ക് കണ്ട് മാത്രമേ നമ്മുടെ പവർ മാത്രം ഉപയോഗിച്ചുള്ള ടാസ്ക് ആണോ ഇല്ലത് പറയാൻ കഴിയൂ. എന്തായാലും തുടക്കത്തിൽ തന്നെ നമ്മുടെ ജിൻഡോയ്ക്ക് പവർ ടീമിനോടും അതുപോലെ തന്നെ ക്യാപ്റ്റനായ റെസ്മിനോടും പല രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് നോക്കാൻ വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇനി ഇതിനെ തുടർന്ന് ഉണ്ടാകാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.